എടുക്കൂല്ലേ? എൻ്റെ പേര് PS ഗോപാലകൃഷ്ണൻ. എൻ്റെ വീട് ചെറുവട്ടൂരാണ്. ഇത് ഈ നിൽക്കുന്ന ഒരു ആനപ്പുളി എന്ന് പറഞ്ഞ അപൂർവമായ ഒരു സസ്യത്തിൻ്റെ അല്ലെങ്കിൽ ഫലവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. ഇത് 9 കൊല്ലം മുമ്പ് ഇത് മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് കായ്ക്കാത്തതുകൊണ്ടൊരു 6-7 കൊല്ലമായി കഴിഞ്ഞപ്പോൾ ഇത് വെട്ടിക്കളയാനായിട്ട് ആലോചിച്ചതാണ്. പിന്നെ ഒരു അലങ്കാര ചെടി പോലെ ഇത് മുറ്റത്തിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വെട്ടിക്കളയായിരുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു 4 മാസം മുമ്പ് ഇത് പൂത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കുറേ കായ് പിടിച്ചു. ആ കായ് പിടിക്കുമ്പോൾ ഈ പച്ച കളറിലാണ് പിടിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് പിടിച്ചു വരുന്നത്. ഇത് പച്ച കളർ പതുക്കെ ഒരു 3-4 മാസം കൊണ്ട് വീണ്ടും പഴുത്ത് ചുവന്ന തുടുത്ത് നന്നായിട്ട് ചുവന്ന തുടുത്ത് പഴുത്ത് നോക്കിയാൽ കാണാം. ഇത് വെറുതെ കഴിക്കാനും ആ തൊണ്ട് പൊളിച്ചു കഴിഞ്ഞിട്ട് വെറുതെ കഴിക്കാനും നല്ലതാണ്. അതുപോലെ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഇത് കഴിക്കാം. കാരണം ഇത് കണ്ടമാനം വൈറ്റമിൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ആനപ്പുള്ളിയിൽ. നമുക്ക് ഗൂഗിളിലൊക്കെ കയറി അടിച്ചു നോക്കിയാൽ കാണാം. വളരെ റെയറായിട്ടാണ് ഇത് കാണാറുള്ളൂ. പലരും വച്ചിട്ടുണ്ടെങ്കിലും ഇത് കാച്ചിട്ടില്ല. അപ്പോൾ കറികളിൽ ഉപയോഗിക്കാനാണെങ്കിലോ, ഇപ്പോൾ നമ്മൾ മീൻകറി അങ്ങനെയൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മീൻകറിയിൽ ഉപയോഗിക്കാം. അതുപോലെ അല്ലാത്തവർക്ക് അവിയൽ തുടങ്ങിയ പുളി ചേർക്കേണ്ട സാധനങ്ങൾക്ക് മുഴുവൻ ഈ പുളി ചേർക്കാം. അല്ലാതെ ഇഷ്ടം പോലെ ഇത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ വളരെ അപൂർവങ്ങളായ ചെടിയാണ്. ഇപ്പോഴിത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. പഴുത്ത് വരുന്നുണ്ട്. ആളുകൾ ഇത് വന്ന് പറിച്ചുകൊണ്ട് പോയി തിന്നുന്നുണ്ട്, കറി വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തീരുന്നു വരെ ഒന്ന് പറിച്ചുകൊണ്ട് പോവാം. നമുക്കിത് ഈ പുളി ഒന്ന് കഴിച്ചു നോക്കാം. എന്താണ് ഇതിൻ്റെ ടേസ്റ്റ്? ഒന്ന് പുളിച്ച് ഇത് നേരിയ പാട പോലുള്ള തൊലി ഇത് കണ്ടോ. തൊലിയെന്ന് പറയാനില്ല. ഈ ചക്കക്കുരുവിൻ്റെ ഒക്കെ മുകളിലിരിക്കണേ അതുപോലത്തുള്ള തൊലിയുള്ളൂ. ഇതങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് ഞെക്കിയെടുത്തിട്ട് കഴിക്കാൻ ഏറ്റവും സുഖം. പൊളിച്ച് കഴിഞ്ഞാൽ മുഴുവൻ കഴിക്കാം. ഞെക്കിയെടുക്കുമ്പോൾ മുഴുവൻ പോരില്ല. ഇത് കഴിഞ്ഞ് പതുക്കതെ ഞെക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ അടന്നടന്ന് പോരും. പൊളിച്ച് കാണിച്ച് ടേസ്റ്റ് നല്ല പുളിയും മധുരവും. നല്ല പുളിയും മധുരമാണ്. ആദ്യം അല്പം പുളി കൂടുതൽ തോന്നിക്കുന്നു. പിന്നെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പുളിയും മധുരമായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ ഒരു ഫ്രൂട്ടിന് കിട്ടാത്ത ടേസ്റ്റ് അതിന്. കായതാ ഒരു കായുണ്ട് അതൊക്കെ. വലിയ കായാണോ അത്? ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കായ്. കായ് പാവിയാൽ മുളയ്ക്കും ഉണ്ടാവും എന്ന് എല്ലാവരും പറയുന്നു. ഈ തവണ പലരും പാവിയിട്ടുണ്ട്. വലിയ കായാണോ? ഉണ്ടോ? ചെറിയ ചക്കക്കുരുവിൻ്റെ വലിപ്പമുണ്ട്. ആൽമണ്ട് വലിക്കണോ അല്ലേ? ഇനി എൻ്റെ ഉള്ളിലെ പരിപ്പ് തിന്നാൻ കൊള്ളാമെന്ന് നോക്കണം. അതറിയില്ല. അറിയില്ല. ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ടൊന്നും പറയുന്നില്ല. കൊട്ടൽ